എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ പുതുപ്പള്ളി പള്ളിയിലാണ്. എനിക്കൊപ്പം നിൽക്കുന്നത് തോമസ് ഊട്ടിയാണ്. നമുക്കറിയാം, നമ്മുടെ 3 പരീക്ഷകൾക്ക് വലിയ വിജയം നേടിത്തുന്ന തോമസ് ഊട്ടി. സാനിറ്ററി കെമിസ്ട്രി പരീക്ഷ 1ാം റാങ്ക് ആയിരുന്നു. അതേ കണക്കിന് സയന്റിഫിക് കെമിസ്ട്രിയിൽ 7ാം റാങ്ക് ആയിരുന്നു. ഡോക്യുമെന്റ്സിൽ 4ാം റാങ്ക് ആയിരുന്നു. ഒരു വലിയ വിജയങ്ങൾ ഞങ്ങൾക്ക് നേടിത്തുന്ന തോമസ് ഊട്ടിക്കൊപ്പമാണ് നിൽക്കുന്നത്. ഈ ഇന്റർവ്യൂവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരുപാട് പേര് എന്നോട് ചോദിക്കുകയാണ് തോമസ് ഊട്ടിയുടെ പഠന രീതി എങ്ങനെയായിരുന്നു. കാര്യം കഴിഞ്ഞ 3 പരീക്ഷകൾ വലിയ വിജയം നേടിയതല്ലേ, എങ്ങനെയാണ് പഠിച്ചത്, എങ്ങനെയാണ് ഈ PG പരീക്ഷ ഇത്രയും ഉയർന്ന റാങ്ക് നേടിയത്? ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം, എൻ്റെ പേര് തോമസ് ഊട്ടി, കോട്ടയം സ്വദേശിയാണ്. അപ്പോൾ കഴിഞ്ഞ PSCയുടെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് നടന്ന സയന്റിഫിക് ഓഫീസർ എന്ന പോസ്റ്റിലേക്കുള്ള എക്സാംസിന് ഉയർന്ന വിജയം നേടാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സിന് 4th റാങ്കും അതുപോലെ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിക്ക് 7th റാങ്കും നേടാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ ഈ ഒരു വിജയത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് മാസ്റ്റർ കീ അക്കാഡമിയോടാണ്. കാരണം കഴിഞ്ഞ ഒരു 2-2.5 കൊല്ലമായി ഞാൻ PSC എക്സാംസ്, പ്രത്യേകിച്ച് ഞാൻ പഠിച്ച കെമിസ്ട്രി ബേസ്ഡ് എക്സാംസ് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ പഠിച്ച എല്ലാ എക്സാംസിനും എനിക്ക് ഏറ്റവും കൂടുതൽ സഹായമായത് മാസ്റ്റർ കീ അക്കാഡമിയുടെ ക്ലാസ്സുകളാണ്. അപ്പോൾ ആദ്യമായി ഞാൻ PSCയിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഏത് കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം പല കോച്ചിങ് സെൻറ്ററുകളുടെയും ഡെമോ ക്ലാസ്സുകളൊക്കെ കാണുമായിരുന്നു. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുള്ളായിട്ട്, ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നിയത് മാസ്റ്റർ കീയുടെ ഡെമോ ക്ലാസ്സുകളായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുന്നതും അതുപോലെ ആദ്യത്തെ എൻ്റെ കോഴ്സായ സാനിറ്ററി കെമിസ്ട്രിന് ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് വേറൊരു കോച്ചിങ് സെൻറ്ററിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം മാസ്റ്റർ കീയുടെ ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ആ നോട്ടുകൾ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അതുകൊണ്ട് നമുക്ക് വേറൊരു ഓപ്ഷന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർ തരുന്ന ആ ക്ലാസ്സും നോട്ടും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അവരുടെ മോക്ക് ടെസ്റ്റുകൾ, ക്ലാസ് പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും തോറും നമ്മുടെ ആ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആ ഒരു സ്റ്റഡി പ്ലാൻ ആയിരുന്നു ഇത്രയും നാൾ എൻ്റെ ഒരു PSC ലൈഫിൽ എന്നെ മുന്നോട്ട് നയിച്ചത്. ആദ്യം തന്നെ തോമസ് ഊട്ടിയുടെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. കാരണം നമ്മളൊരു കോഴ്സ് കണ്ടക്ട് ചെയ്യുക, നമ്മുടെ ആ കോഴ്സിൽ വിശ്വസിച്ച് ജോയിൻ ചെയ്യുക, ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് പഠിക്കുക, എക്സാമ്പിൾ എഴുതുക. ഞാൻ സത്യം പറഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഓരോ കുട്ടികളുടെ റാങ്ക് ഞാൻ ജസ്റ്റ് നമ്മുടെ ആപ്പിൽ അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ ഉയർന്ന റാങ്ക് കിട്ടി എല്ലാവരും തന്നെ നമ്മുടെ എക്സാമുകൾ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ്. ഒരു സ്ഥാപനത്തെ ആദ്യം വിശ്വസിക്കുക, എന്നിട്ട് അവരുടെ പഠിച്ചാൽ ഞങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് ജോലി കിട്ടിയവർ പറയുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇദ്ദേഹം തന്നെ 3 പരീക്ഷകൾക്കാണ് ഉയർന്ന റാങ്ക് നേടിയത്. സാനിറ്ററി കെമിസ്ട്രി 1ാം റാങ്ക് ആയിരുന്നു, സയന്റിഫിക് കെമിസ്ട്രിക്ക് 7ാം റാങ്ക്, പിന്നെ ഡോക്യുമെന്റ്സ് 4ാം റാങ്ക്. ജോലി ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ വെറുതെ വന്ന് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. അദ്ദേഹം കൃത്യമായിട്ട് പഠിച്ചു, നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ കൃത്യമായിട്ട് കണ്ട് പഠിച്ചു, എക്സാമുകൾ എഴുതി. നമുക്ക് കുറേ ഡൗട്ടുകളുണ്ട് പലർക്കും. ആ ഡൗട്ടുകൾ നമുക്ക് ഓരോന്നായിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കാം. തോമസ് ഊട്ടി, ഞാൻ ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത്, PG ലെവൽ 2 പരീക്ഷ ഉയർന്ന റാങ്ക് നേടിയതാണ്. അപ്പോൾ എങ്ങനെ പഠിച്ചാൽ ഈ 2 എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും? അതായത് ഇനിയും നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ PG ലെവൽ പരീക്ഷ ഇനിയും വരും. ഏത് രീതിയിൽ പഠിച്ചാൽ ഇതേ കണക്ക് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും? അതൊന്ന് പറയാമോ? അപ്പം PG ലെവലായിട്ടുള്ള PSC എക്സാം സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ സെറ്റ് എക്സാമിൻ്റെ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പം നമ്മുടെ PGക്ക് പഠിച്ച ഡിഗ്രിക്ക് പഠിച്ച കെമിസ്ട്രി സിലബസിനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഓരോ ടോപ്പിക്കിലും ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്ന കെമിക്കൽ കൈനറ്റിക്സ്, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഇലക്ട്രോ കെമിസ്ട്രി. അപ്പം നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെയും ക്ലാസ്സുകൾ കൃത്യമായിട്ട് കൂടുക, അതിൻ്റെ നോട്ടുകൾ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ മാസ്റ്റർ കീയുടെ തന്നെ നോട്ടുകൾ നമ്മൾ പഠിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പം മോക്ക് ടെസ്റ്റ് നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യുമ്പം നമുക്ക് ഒരു നല്ല മാർക്ക് കിട്ടണമെന്നില്ല, 50% മാർക്കേ കിട്ടത്തുള്ളായിരിക്കും. അപ്പം നമ്മൾ വീണ്ടും ഒന്നുകൂടെ ആ ക്ലാസ്സുകൾ തന്നെ നമ്മൾ ആ കൺസെപ്റ്റ് നമുക്ക് തറവാകുന്നിടം വരെ ആ ക്ലാസ്സുകൾ കാണുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ എക്സാം അടുക്കുമ്പം നമുക്ക് മോഡൽ എക്സാംസ്, നമ്മുടെ ആപ്പിൽ തന്നെ മോഡൽ എക്സാംസ് കാണും. അത് നമ്മൾ ഓരോന്നായിട്ട് ഓരോ ദിവസം ഓരോ മോഡൽ എക്സാം വീതം അറ്റൻഡ് ചെയ്യുക. അപ്പം നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും. നല്ലൊരു മാർക്ക് കിട്ടുമ്പം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആകും. അപ്പം നമുക്ക് ധൈര്യമായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 പരീക്ഷകൾക്ക് വിജയിച്ച ആളാണ് ആ പഠിച്ച രീതി പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പം കെമിക്കൽ കൈനറ്റിക്സിൽ ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം എക്സാം എഴുതുന്നു. എക്സാം പൂർണ്ണമായിട്ട് കിട്ടണമെന്നില്ല, നിങ്ങൾക്ക് തെറ്റിപ്പോകാം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും ടോപ്പിക്കിലേക്ക് വരുന്നു, വീണ്ടും പഠിക്കുന്നു, വീണ്ടും എക്സാമിലേക്ക് വരുന്നു. അതായത് ടോപ്പിക്ക് തറവാക്കുന്നു, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നു, വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന് പഠന രീതി പറഞ്ഞത്. എനിക്ക് തോന്നുന്നു സക്സസ്ഫുൾ ആയിട്ടുള്ള പഠന രീതിയാണത്. പലരും പഠിക്കാത്ത പഠന രീതിയാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. നിങ്ങൾ ചെയ്യേണ്ട ഇതേ കണക്ക് തന്നെ ഓരോ ടോപ്പിക്കും കൃത്യമായി പഠിക്കുക, മോക്ക് എക്സാം ചെയ്യുക.
വീണ്ടും എന്ത് ചെയ്യുക, മിസ്റ്റേക്ക് പറ്റുമല്ലോ, വീണ്ടും തിരിച്ച് ടോപ്പിക്ക് പഠിക്കുക, അങ്ങനെ ടോപ്പിക്ക് തറവാക്കുക, മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക. ഇതേ കണക്ക് ഉയർന്ന വിജയം നിങ്ങൾക്ക് നേടാൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഈ കുറേ മോഡൽ എക്സാം ചെയ്യുന്നു, കുറേ എക്സാം ചെയ്യുന്നു, തെറ്റ് സംഭവിക്കാം, നമുക്ക് ഉത്തരങ്ങൾ തെറ്റിപ്പോകാം. അങ്ങനെ തെറ്റിയ ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കറക്ഷന് വേണ്ടി എങ്ങനെയാണ് ഓർത്തിരിക്കാനും പ്രത്യേകം എന്തെങ്കിലും ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നോ? അപ്പം PSC സംബന്ധിച്ചിടത്തോളം എന്തായാലും നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പം നമുക്ക് ചുമ്മാ റാൻഡമായിട്ട് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. തെറ്റിയാൽ 1/3 മാർക്ക് പോകും. വളരെ സൂക്ഷ്മതയോടെ വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് തെറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ഒരു തവണ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇന്ന ഓപ്ഷൻ ആയിരിക്കും ശരിയെന്ന്. പക്ഷേ പിന്നീട് റിസൾട്ട് നോക്കാൻ നേരം അത് തെറ്റായിരിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം അത് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ എന്തുകൊണ്ടാണ് എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് അത് കണ്ടുപിടിച്ച് എന്തുകൊണ്ടാണ് എന്ന് നോക്കി അത് മാത്രം മാർക്ക് ചെയ്തത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അവസാനം എക്സാംസിന് മുന്നേ നമ്മൾ റിവൈസ് ചെയ്യാൻ നേരം റിവിഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തെറ്റിയിട്ട് നമ്മൾ അങ്ങ് വിടും. പക്ഷേ ഇദ്ദേഹം ചെയ്യുന്ന രീതി അങ്ങനെയല്ല. എന്തുകൊണ്ട് തെറ്റിയെന്ന് മനസ്സിലാക്കും. അത് ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, ആ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിന് തെറ്റിപ്പറ്റി എന്തുകൊണ്ട് തെറ്റി എന്ന് മനസ്സിലാക്കിയിട്ട് അത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അത് വീണ്ടും എക്സാമിന് മുമ്പ് റിവിഷൻ ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് ഇതേ കണക്കുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി ഉള്ളവരാണ് ഉയർന്ന വിജയം നേടുന്നത്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഈ പഠന രീതി 2 ടൈമിംഗ് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം കൺഫർമേഷൻ വരുന്നതിന് മുമ്പ് ഒരു ടൈമിംഗ് പീരീഡും, അതായത് ഇത്ര മണിക്കൂർ പഠിക്കും, കൺഫർമേഷൻ ശേഷം ഇത്ര മണിക്കൂർ പഠിക്കും, അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്ത ടൈമിംഗ് രീതികളുണ്ടായിരുന്നോ? ചിലപ്പം നമ്മൾ സിലബസ് ഇപ്പം മുന്നേ വന്ന നോട്ടിഫിക്കേഷൻ്റെ ഒരു സിലബസ് ബേസ് ചെയ്തായിരിക്കും നമ്മൾ ഏകദേശം പഠിക്കുന്നത്. ഇനിയിപ്പം കൺഫർമേഷൻ വരുമ്പോൾ സിലബസിൽ എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് പിന്നീട് പഠിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പം തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങണം. നമ്മൾ ആദ്യം തന്നെ മുൻ വർഷങ്ങളിൽ അതിൻ്റെ മുൻ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, അതിന് മുൻ വർഷത്തെ സിലബസ് നോക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്ര ശതമാനം മാർക്ക്. അത് വെച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ പഠിത്തം തുടങ്ങണം. പിന്നെ കൺഫർമേഷൻ വന്നു കഴിയുമ്പം അതനുസരിച്ച് കുറച്ചുകൂടെ ഇന്റൻസിഫൈ ചെയ്ത് പഠിക്കണം. ഏകദേശം എത്ര മണിക്കൂർ പഠിക്കാൻ? ഏകദേശം ഒരു ദിവസം ഒരു 4-5 മണിക്കൂറിനടുത്ത് പഠിക്കും. എന്നാല് കറക്റ്റ്. എനിക്ക് തോന്നുന്നു തോമസ് കുട്ടിക്ക് 2.5 വർഷമായിട്ട് പഠിക്കുന്നത് കുറെ ബേസ് ഉണ്ടായിരുന്നു അല്ലേ? ശരിയല്ലേ? അപ്പോൾ കുറെ ബേസ് ഉണ്ടായത് കൊണ്ട് തന്നെ 4.5 മണിക്കൂർ 5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് സിലബസ് കറക്റ്റ് ചെയ്ത് റിപ്പീറ്റായിട്ട് പഠിക്കാനും ക്വസ്റ്റ്യൻ ചെയ്യാനും പറ്റുമായിരുന്നല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ചില ആൾക്കാർ ചെയ്യുന്ന കാര്യമുണ്ട്. ഒരു പരീക്ഷ കൊണ്ട് എഴുതും, ഒരു 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ 2 മാർക്ക് കുറഞ്ഞാൽ പിന്നെ പഠിത്തം നിർത്തും. അങ്ങനെയുള്ള മനസ്സിലാക്കുക, ഇദ്ദേഹം 2.5 വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. 2.5 വർഷമായിട്ട്. അപ്പോൾ ഓരോ വർഷം ഓരോ പരീക്ഷ കഴിയുന്നു, മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുന്നു, വീണ്ടും പഠിക്കുന്നു. നിരന്തരമായി പരിശ്രമിക്കുന്നതിന് വിജയിക്കത്തുള്ളൂ. അതിന് ഉദാഹരണമാണ് ഇദ്ദേഹം. 3 പരീക്ഷകൾക്കാണ് ഉയർന്ന റാങ്ക് നേടിയത്. ഒരു ഗസറ്റ് റാങ്കിലേക്കാണ് മാസ്റ്റർ അക്കാഡമി സ്ഥാപനത്തിൽ കൂടെ മിടുക്കനായി പഠിച്ച് മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ, നിങ്ങളൊരു പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടിരിക്കട്ടെ, നിങ്ങൾ വിട്ടുകൊടുക്കരുത്. നിങ്ങൾ മനസ്സിൽ പറയും, അടുത്ത എക്സാം എനിക്ക് വരാൻ പോവുകയാണ്, ഞാൻ ഈ വർഷം പഠിച്ചത് അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് പഠിച്ച് വീണ്ടും ഉപകാരപ്പെടും എന്ന് നിങ്ങൾ ചിന്തിച്ചോളുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി സാനിറ്ററി കെമിസ്ട്രിയുടെ വർക്ക് ചെയ്യാണ് ആലപ്പുഴയിൽ. ഇപ്പം സയന്റിഫിക് ഓഫീസ് കെമിസ്ട്രിയേക്കാൾ മുന്നേ എന്തായാലും ഡോക്യുമെന്റ്സിലും അഡ്വൈസ് വരും, ജോലിയിൽ പ്രവേശിക്കും. ഇനി പഠനം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ അതോ ജോലി സ്റ്റോപ്പ് ചെയ്യാണ്? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഒരു എക്സാം നമ്മൾ ക്ലിയർ ചെയ്തു, ജോലി കിട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ പഠനം അവിടെ അവസാനിപ്പിക്കരുത്. ഇപ്പം നമുക്ക് സബ്ജക്റ്റിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്നും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കും. ഓരോ എക്സാംസിനും നമുക്കൊരു ലഹരി പോലെ നമുക്ക് തോന്നും. ഓരോ എക്സാം എഴുതുന്നതോറും പിന്നെയും അടുത്ത എക്സാംസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ സാനിറ്ററി കെമിസ്റ്റായിട്ട് ആലപ്പുഴയിൽ ഡിസ്ട്രിക്ട് ലാബിൽ വർക്ക് ചെയ്യുവാണ്. ഇപ്പം 5 മാസമായി അഡ്വൈസ് കിട്ടിയിട്ട് ജോലിയിൽ പ്രവേശിച്ചിട്ട്. അപ്പം എന്ന് വെച്ച് ഞാൻ എൻ്റെ PSC പഠനം അവസാനിപ്പിച്ചിട്ടില്ല. ഞാനിപ്പം കഴിഞ്ഞ ആഴ്ച നടന്ന സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പതോളജിയുടെ എക്സാം എഴുതിയായിരുന്നു. ഇനിയിപ്പം വരാൻ പോകുന്ന ഫിംഗർ പ്രിൻറ്റ് സർച്ചറിൻ്റെ എക്സാം എഴുതുന്നുണ്ട്. പിന്നെ അതുപോലെ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി സയൻറ്റിഫിക് ഓഫീസറുടെ എക്സാം അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇങ്ങനെ ഒരു ചെറിയ ജോലിയിൽ അങ്ങ് ഒതുങ്ങി പോകരുത്. ഒരു ജോലി കിട്ടിയെന്നും പറഞ്ഞ് പഠനം അവസാനിപ്പിക്കരുത്. കൂടുതൽ മെച്ചപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് എന്താണേലും ഡെഫിനറ്റ്ലി നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നത് എന്തായാലും മറ്റൊരു എക്സാമിന് ഉപകരിക്കും. പ്രത്യേകിച്ച് ഞാൻ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഒരുപാട് എഴുതിയത് കൊണ്ടാണ് നമ്മൾ ഒരു എക്സാമിന് പഠിച്ചത് തന്നെ നമുക്ക് എപ്പോഴും ഉപകരിക്കും. അതൊരിക്കലും ഒരു നഷ്ടം വരത്തില്ല. അപ്പം നിങ്ങൾ മാക്സിമം എക്സാംസ് എഴുതുക, ലിസ്റ്റിൽ ഇടം പിടിക്കുക. ഒരു ദിവസം നിങ്ങളെ കാത്തൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഒരുപാട് സന്തോഷം നൽകുന്ന വാക്കുകളാണ്. കാരണം എന്താ അറിയാമോ, ഈ പലർക്കും 2 കാറ്റഗറി ആൾക്കാരുണ്ട്. ഒന്ന്, ഒരു പരീക്ഷ പരാജയപ്പെട്ട് കഴിഞ്ഞ് നിർത്തുന്നവർ. 2, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിർത്തുന്നവർ. ഈ 2 കാറ്റഗറിയിലും തോമസ് പെടത്തില്ല. തോമസ് പുതിയ കാറ്റഗറിയാണ്. കാരണം അദ്ദേഹം 2.5 വർഷത്തെ പഠിച്ച ഒരു അറിവുണ്ടല്ലോ,
അത് പെട്ടെന്ന് കളഞ്ഞിട്ട് പോകാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം തുടക്കത്തിൽ ഒരു 2.5 വർഷം ഞാൻ പഠിച്ചതിൻ്റെ ഫലമാണ് എനിക്ക് കിട്ടിയ റിസൾട്ടുകളെല്ലാം, എനിക്ക് കിട്ടിയ ജോലി, ഇനി കിട്ടാൻ പോകുന്ന ജോലി, അതൊരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. വീണ്ടും പരീക്ഷ എഴുതുകയാണ്. കഴിഞ്ഞ ആഴ്ച നടന്ന പത്തോളജി പരീക്ഷ എഴുതി, ഇനി ഫിംഗർ പ്രിൻറ്റ്സ് പഠിക്കാൻ പോകുന്നു, സയൻറ്റിഫിക് ഓഫീസ് പഠിക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ വേണം എല്ലാവരും, ഇങ്ങനെ വേണം. നിങ്ങൾക്ക് ലക്ഷ്യബോധം വേണം. ഞാൻ പഠിച്ചെടുത്ത എൻ്റെ അറിവുകൾ, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച എൻ്റെ അറിവുകൾ ഒരു നിമിഷം കൊണ്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. തോമസ് ഊട്ടിയെ പോലെ ആത്മാർത്ഥമായിട്ട് എന്നും നിരന്തരം പരിശ്രമിച്ചിരിക്കുക. ദ ബെസ്റ്റ് ജോലി നിങ്ങൾ സെലക്ട് ചെയ്യുക. നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമി എന്ന സ്ഥാപനം നിലവിൽ വന്നിട്ട് ഇപ്പോൾ 5 വർഷമായി. എനിക്ക് തോന്നുന്നു 100 കണക്കിന് കുട്ടികൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഒരുപാട് കുട്ടികൾക്ക് 1ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്, കുട്ടികളുടെ എണ്ണത്തിലല്ല, നമ്മളിലേക്ക് വരുന്ന കുട്ടികളുണ്ടല്ലോ, അവരുടെ കഴിവിലാണ്, അവരുടെ ഡെഡിക്കേഷനിലാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ തോമസ് ഊട്ടിയെ പോലെ സ്റ്റുഡൻറ്റ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങളുടെ മാസ്റ്റർ കീ അക്കാഡമി ടീം എപ്പോഴും ഇദ്ദേഹത്തെ സ്മരിക്കുകയാണ്. കാരണം ഇദ്ദേഹം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഈ വലിയ റിസൾട്ട് 3 റിസൾട്ട് കിട്ടാൻ സാധിച്ചത്. അപ്പം ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും ഇദ്ദേഹത്തിന് വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഈ പുതുപ്പള്ളി പള്ളിയുടെ മുമ്പിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ചെറിയൊരു സമ്മാനം, ഒരു ഉപഹാരം സമർപ്പിക്കും.